നീറ്റ് യു പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ CBSE പരീക്ഷാ ഫലങ്ങളും വിവാദമായിരിക്കുകയാണ്. ഇതോടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും വിഴുങ്ങുകയെന്ന ആശങ്ക ശക്തമാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വിൽപ്പനയ്ക്കെത്തിയതിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏതാനും ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിൽ നടപടികൾ ഒതുങ്ങുകയാണ്. ചോദ്യം മാത്രമാണ് പുറത്തായതെന്നും ചോദ്യപേപ്പർ അല്ലെന്നുമുള്ള മുട്ടായുക്തി പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്ര സർക്കാരുമാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത്. പരീക്ഷാ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് തന്നെ ചോദ്യം ചോർത്തിയ തുരപ്പന്മാർ പിടിയിലാകുമ്പോൾ കടുത്ത ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ത്രിശങ്കുവിൽ നിൽക്കുന്നത്. ഇതാദ്യമായിട്ടല്ല രാജ്യത്ത് നീറ്റ് ചോദ്യം ചോരുന്നത്. മുൻപും ചോർന്നിട്ടുണ്ട്. വെറുത്ത് ഇഷ്ടമായെന്ന് പറയുന്നത് പോലെ ചോർന്ന് ജാള്യത മാറിയോ എന്ന് തോന്നിപ്പോകും വിധമാണ് കാര്യങ്ങൾ. CBSE മര്യാദയ്ക്ക് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷകളാണ്. ചെലവ് ചുരുക്കുന്നതിന് വേണ്ടിയാണ് NTA എന്ന സൊസൈറ്റി രൂപീകരിക്കുന്നതും മിക്ക ജോലികളും സ്വകാര്യ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് പരീക്ഷ നടത്തുന്നതും. അതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ രാജ്യദ്രോഹിയാക്കില്ലെന്ന് കരുതാം. നീറ്റിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം പുകയുന്നതിനിടെയാണ് പാറ്റ പാർട്ടി അരങ്ങിലെത്തുന്നത്. വിഷയം മുക്കാനാണോ പൊക്കാനാണോ പാറ്റ പാർട്ടിക്കും അണികൾക്കും ആയതെന്ന ചോദ്യം ബാക്കിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമായി ഒതുങ്ങുമ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ക്യാമ്പയിൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും നീറ്റ് ചോർച്ചയ്ക്കെതിരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയും 3-4 ഉദ്യോഗസ്ഥരുടെ ജയിൽവാസവും കൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ശരിയാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇതെല്ലാം കണ്ട് സഹികെട്ടാണ് സർക്കാരും അധികൃതരും മുൻ സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ലല്ലോ എന്ന് സുപ്രീം കോടതിക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. 2024 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കോടതി നേരത്തെ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അവർ ഇപ്പോഴും പാഠം പഠിച്ചില്ല എന്നത് സങ്കടകരമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിരീക്ഷണം. NTA പകരം കൂടുതൽ മികച്ച സംവിധാനം വേണോ എന്ന കാര്യം കോടതി പരിശോധിച്ചു വരികയാണ്. ഇതിനെല്ലാം ഇടെയാണ് കുട്ടി ഘോഷിച്ച് നടപ്പിലാക്കിയ CBSE ഡിജിറ്റൽ മൂല്യനിർണ്ണയം പുലിവാല് പിടിക്കുന്നത്. എളുപ്പത്തിൽ സുതാര്യമായി വേഗത്തിൽ ഫലമെന്നതായിരുന്നു പദ്ധതി 12ാം ക്ലാസ്സിലേക്ക് കൂടെ വ്യാപിപ്പിക്കുമ്പോൾ അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയാണോ ഉണ്ടായതെന്ന ചോദ്യത്തിന് കാര്യമായ മറുപടി കിട്ടാനിടയില്ല. മൂല്യനിർണ്ണയ സംവിധാനമായ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റത്തിലെ സാങ്കേതിക തകരാറാണ് ഫലം വൈകാൻ കാരണമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ CBSE ഇത് സമ്മതിച്ചിരുന്നില്ല. ഫലം വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 3.19% കുറഞ്ഞ് 85.20% വിജയം. ഇതിന് പുറമെ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് പോലുള്ള വിഷയങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ലെന്ന പരാതികളുമായി നിരവധി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഇതോടെ CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം വിവാദമായി. CBSE ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി CBSE പോർട്ടലിൽ ലഭ്യമാക്കിയ സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകൾ പലതും വ്യക്തതയില്ലാത്തതോ ഭാഗികമായി വായിക്കാൻ കഴിയാത്തതോ ആണെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്ക് പേപ്പർ വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാർക്കിടുക? അങ്ങനെ ഇടുന്ന മാർക്ക് പല വിദ്യാർത്ഥികളുടെയും ഉപരിപഠനത്തിനടക്കം വെല്ലുവിളിയാവുന്നതായാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കൃത്യമായി എഴുതിയിട്ടും കുട്ടികൾക്ക് അർഹമായ മാർക്ക് നിഷേധിക്കപ്പെട്ടു. ഉപരിപഠന പ്രവേശനത്തെയും സ്കോളർഷിപ്പുകളെയും ഭാവിയെ തന്നെയും ബാധിക്കുകയാണ്. ഇത്തരം വീഴ്ചകൾ നിസ്സാരമായി കാണാനാകില്ല. മുന്നൊരുക്കത്തിൽ കാര്യമായ അവധാനത ഉണ്ടായെന്നാണ് വ്യക്തമാകുന്നത്. അത് വിമർശനാത്മകമായി വിലയിരുത്താൻ CBSEയും സർക്കാരും തയ്യാറാകണം. ഒരു സർക്കാരിന് ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം വിദ്യാഭ്യാസ രംഗത്ത് മികവ് കൊണ്ടുവരിക എന്നതാണ്. എത്ര പ്രതീക്ഷകളുമായാണ് ഓരോ വിദ്യാർത്ഥിയും പരീക്ഷയ്ക്കെത്തുന്നത്. അവരിൽ നിരാശയുണ്ടാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരം പരിഷ്കാരങ്ങൾ ഉപദേശിക്കുന്ന കേന്ദ്രങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ മോദി സർക്കാർ ചെയ്യേണ്ടത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാജ്യത്തെ നീറ്റടക്കം പ്രധാന പരിശോധനാ ഏജൻസികളെയും സമ്പ്രദായങ്ങളെയും വിമർശനാത്മകമായി സമീപിക്കുകയും തിരുത്തൽ വേണ്ടിടത്ത് അത് കൊണ്ടുവരാൻ ആർജവം കാണിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ നാട്ടിൽ കുറഞ്ഞത് സർക്കാർ ഉണ്ടെന്നെങ്കിലും അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവുകയുള്ളൂ.